ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജേഷാണ്. മൈൻഡ് ലൂം ഇൻഷുറൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഇൻഷുറൻസുകൾ ഉണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തിരിച്ചു വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ബില്ലും വന്നിട്ടുണ്ടാവും. ഒരു 50,000 രൂപയുടെയോ അല്ലെങ്കിൽ ഒരു 40,000 രൂപയുടെയോ ഒക്കെ ഒരു ബില്ലുണ്ടാവും അഡ്മിറ്റായി തിരിച്ചു വരുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കും, നമുക്കെന്താ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമുക്ക് ബില്ല് തന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, നിങ്ങൾക്കുള്ള ഒരു സർജറി കഴിഞ്ഞിട്ടാണെങ്കിൽ സർജറിക്കുള്ള മാസ്ക്, ഗ്ലൗസ്, അതേപോലെ സിറിഞ്ച്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഹോസ്പിറ്റലിൽ വാങ്ങിയിട്ടുണ്ടാവും. അതിന് ഉള്ള ബില്ലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം തോന്നിയിട്ടുണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളൊരു പോളിസി എടുത്തു, നമ്മളെല്ലാ കാര്യങ്ങളും കമ്പനിയോട് സംസാരിച്ചിട്ടുണ്ട്. കമ്പനിയാണ് ക്യാഷ്ലെസ് സൗകര്യമുള്ള പോളിസികളിൽ അല്ലെങ്കിൽ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്ത പോളിസികളിൽ മുഴുവൻ പൈസയും കൊടുക്കേണ്ടതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന്. പക്ഷേ ഇപ്പം നമുക്ക് ബില്ല് വന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഓൺ ആണത്. ഒരിക്കലും ഒരു പോളിസി എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ സിറിഞ്ച് കവർ ചെയ്യില്ല, മാസ്ക് കവർ ചെയ്യില്ല, അങ്ങനെ സർജറി എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും അതിൽ കവർ ചെയ്യില്ല. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ആഡ് ഓൺ ചെയ്യേണ്ട ഒരു പോളിസിയിൽ ആഡ് ഓൺ ചെയ്യേണ്ട കാര്യമാണ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ മുഴുവൻ കൺസ്യൂമബിൾസും നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നുള്ളത് നമ്മുടെ ആഡ് ഓൺ പോളിസി ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഏജൻറ്റിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ക്യാഷ്ലെസ് സൗകര്യമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരിക്കലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സീറോ കോസ്റ്റ് ബില്ലിൽ ഇറങ്ങി വരാൻ പറ്റില്ല. എന്നാൽ കൺസ്യൂമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സീറോ കോസ്റ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പല ഏജൻറ്റുമാർ ഇത് പറയാറില്ല. അപ്പോൾ നിങ്ങൾ ഇനി എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏജൻറ്റിനോട് സംസാരിച്ചിട്ട് എടുക്കേണ്ടതാണ് പോളിസികൾ. നിങ്ങൾക്ക് ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ ലൈഫ് ഇൻഷുറൻസ് ഏതെങ്കിലും കമ്പനിയിലോ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്മളെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കതിൽ ഫ്രീ കൺസൾട്ടേഷൻസ് എടുക്കാവുന്നതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും ബെറ്റർ കമ്പനി കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു.